നമസ്കാരം. കഥാലോകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന കഥാപ്രേമികളായ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഭാഗവതത്തിൽ എവിടെയും രാധാറാണിയെക്കുറിച്ച് യാതൊന്നും പറയാത്തത് എന്നതിനെക്കുറിച്ചാണ്. കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് നമ്മുടെ ഭാഗവതം പറയുന്നത്. അത് എഴുതിയത് വേദവ്യാസ മഹർഷിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ കഥയാകുമ്പോൾ ഉറപ്പായും രാധയെക്കുറിച്ച് അതിൽ വരണമല്ലോ, എന്തുകൊണ്ടാണ് വരാത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഭാഗവതത്തിൽ പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഗോപികയുണ്ടെന്നും ഏറ്റവും ശ്രേഷ്ഠയായ ഗോപികയാണെന്നും അവളുടെ കൂടെയാണ് കൃഷ്ണൻ എപ്പോഴും സമയം ചെലവഴിക്കുന്നതെന്നും ശ്രേഷ്ഠയാണെന്നും അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് ഒളിഞ്ഞും തെളിഞ്ഞും കൃഷ്ണന്റെ പ്രിയതമയാണെന്നും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പക്ഷെ എവിടെയും രാധ എന്നുള്ള നാമം പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണന്റെ പ്രിയതമയായ, കൃഷ്ണനെ ആനന്ദിപ്പിക്കുന്ന, കൃഷ്ണ ഏറ്റവും പ്രിയപ്പെട്ടവളായ, ഭക്തിയുടെ പരമകാഷ്ഠയിലെത്തിയ, പ്രണയത്തിന്റെ പരകോടിയിലെത്തിയ രാധാറാണി. അപ്പൊ അവളെക്കുറിച്ച്, താൻ ഹൃദയത്തിൽ ഇത്രയും പരമ പവിത്രയായി സൂക്ഷിക്കുന്ന അവളെക്കുറിച്ച് ഏറ്റവും ഗോപ്യമായി, ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കാൻ കൃഷ്ണൻ പോലും ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് രാധ എന്നുള്ള നാമം ഭാഗവതത്തിൽ എവിടെയും ഇല്ലാത്തത്. പിന്നെ അതിനെക്കുറിച്ച് മറ്റൊരു കഥ കൂടി പറയുന്നുണ്ട്. അപ്പോൾ രാധാറാണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട തത്തയാണ് ശുകൻ. അപ്പോൾ ഈ തത്തയാണ് എപ്പോഴും കൃഷ്ണന്റെയും രാധയുടെയും ഇടയ്ക്കുള്ള പ്രണയ സന്ദേശങ്ങളൊക്കെ കൃഷ്ണനെ കൈമാറിയിരുന്നത്. എപ്പോഴും രാധയുടെ അടുത്ത് വന്ന് കൃഷ്ണനെക്കുറിച്ചുള്ള കഥകളൊക്കെ പറയും, തിരിച്ച് കൃഷ്ണന്റെ അടുത്ത് ചെന്ന് രാധയുടെ വർത്തമാനങ്ങളൊക്കെ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിലുള്ള ഹംസമായിരുന്നു ഈ തത്ത. അപ്പോ ആ ശുഗത്തത്തയുടെ പുനർജന്മമായിട്ടാണ് ഈ ശുഗമഹർഷി ജനിക്കുന്നത്. അദ്ദേഹം നമ്മുടെ വേദവ്യാസിന്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം രാധാറാണിയുടെ പരമഭക്തനായിരുന്നു. അപ്പോൾ പരീക്ഷിത് രാജാവിന് ഒരു ശാപം കിട്ടും. തക്ഷകന്റെ കടിയേറ്റ് മരിക്കും 7 ദിവസത്തിനുള്ളിൽ എന്ന്. അങ്ങനെയാണ് ശാപം. അപ്പോൾ ഈ പരീക്ഷിത്ത് ആരാന്ന് വെച്ചാൽ, അർജുനന്റെ പൗത്രനാണ് പരീക്ഷിത്ത്. അതായത് അഭിമന്യുവിന്റെ പുത്രൻ, അതാണ് പരീക്ഷിത്ത്. അപ്പോൾ ഇത് കേട്ടിട്ട് പരീക്ഷിത് രാജാവ് വല്ലാതെ പരിഭ്രാന്തനാവും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനോ, അല്ലെങ്കിൽ താൻ എന്തായാലും മരണത്തിലേക്ക് പോവുകയാണ്, താൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു മാർഗനിർദ്ദേശത്തിന് വേണ്ടി അദ്ദേഹം പല ഋഷിമാരോടും അദ്ദേഹത്തിന്റെ സഭയിലുള്ളവരോടും ഒക്കെ ചോദിക്കും. ഒടുക്കം ഗംഗാതീരത്തെത്തി അദ്ദേഹം ശുഗമഹർഷിയെ സമീപിച്ച് താൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. അപ്പോൾ ശുഗമഹർഷിയാണ് പറഞ്ഞത്, താൻ സ്വയം അദ്ദേഹത്തിന് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കാം എന്ന് പറയുന്നു. അതിലൂടെ മോക്ഷമാർഗത്തിലേക്ക് പരീക്ഷിത് രാജാവിന് എത്താൻ കഴിയും എന്ന് സമാശ്വസിപ്പിക്കുന്നു. അങ്ങനെ ശുഗമഹർഷി ഈ 7 ദിവസം കൊണ്ട് പരീക്ഷിത് രാജാവിന് ഭാഗവതം ഉപദേശിക്കണം എന്നുള്ള ആ ദിവ്യമായ ചുമതല ശുഗമഹർഷി ഏറ്റെടുക്കുന്നു. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശുഗമഹർഷി രാധാറാണിയുടെ പരമഭക്തനാണ്. അപ്പോൾ അദ്ദേഹം രാധ എന്നുള്ള നാമം ഉച്ചരിച്ച സമാധി അവസ്ഥയിലേക്ക് പോവും എന്നാണ് പറയുന്നത്. സമാധി എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ബ്ലിസ്, ആ പരമാനന്ദത്തിലേക്ക്, എല്ലാം മറന്നുള്ള ആ എക്സ്ക്യൂസി ലെവലിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് സാധാരണ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്താൻ 6 മാസത്തിൽ കൂടുതൽ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ രാധ എന്ന് ഭാഗവതത്തിൽ അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നതിനിടയിൽ ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷത്തിന് ബാക്കി ഭാഗവതം ഉപദേശിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ രാധ എന്നുള്ള നാമം ഉച്ചരിക്കാതെ തന്നെ കൃഷ്ണന്റെ ശ്രേഷ്ഠയായ ഗോപികയെന്നും, കൃഷ്ണൻ ഒരുപാട് ഇഷ്ടപ്പെട്ടവളെന്നും, കൃഷ്ണന്റെ പ്രിയതമയെന്നും, കൃഷ്ണൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഗോപികയെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രാധ എന്നുള്ള നാമം മനഃപൂർവ്വം അദ്ദേഹം ഉച്ചരിക്കാതെ ഇരുന്നു. എന്നാലേ ഈ 7 ദിവസം കൊണ്ട് പരീക്ഷത്തിന് തനിക്ക് ഭാഗവതം മുഴുവൻ പറഞ്ഞുകൊടുത്ത് ഉപദേശിച്ചിട്ട് അദ്ദേഹത്തിന് മോക്ഷത്തിലേക്ക് പറഞ്ഞയക്കാൻ പറ്റൂ എന്ന് നമ്മുടെ ശുഗമഹർഷിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് എവിടെയും ഭാഗവതത്തിൽ ഒരിടത്ത് പോലും രാധ എന്നുള്ള നാമം ഇല്ലാത്തത്. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ജയ് ശ്രീ രാധേ.